ഷ്ലൂസിലോട്ട് പോകാൻ 2 ടിക്കറ്റ് ഉണ്ട്. അപ്പർ ഫ്യൂണിക്കുലർ ടിക്കറ്റും എടുക്കാം, ലോവർ ഫ്യൂണിക്കുലർ ടിക്കറ്റും എടുക്കാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോൺമാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം നമ്മൾ ലോവർ ഫ്യൂണിക്കുലർ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഷ്ലൂസ് വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഷ്ലൂസ് ക്ലാസ്സിൽ വരെ പോകുകയാണെങ്കിൽ നമുക്ക് കാസിൽ ഗ്രൗണ്ട്സ് കാണാൻ പറ്റും, വൈൻ സെല്ലർ കാണാൻ പറ്റും, പിന്നെ ഫാർമസി മ്യൂസിയം കാണാൻ പറ്റും. അപ്പം നമ്മൾ അപ്പർ ഫ്യൂണിക്കുലർ വരെ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാണ് കേട്ടോ 100 ഇയേഴ്സോളം പഴക്കമുള്ള ആ ബാങ്ക്, ഇതിൽ കയറിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. നമ്മളിപ്പം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് കയറുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തതായിരുന്നു. അപ്പം ആ ബാങ്കിലാണ് ഇപ്പം നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ്, കാരണം ഫ്രണ്ട് ഡ്രൈവറുണ്ട്. ഇത് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കൊണിക്സ്റ്റൂൾ എന്ന് പറഞ്ഞ ടോപ്പ് സ്റ്റേഷൻ എത്തി. ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ വന്നത്. വരാൻ ബസ്സും ഉണ്ട്. അപ്പോൾ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്ത് ബസ്സിലും നമുക്ക് കയറി വരാൻ പറ്റും. സോ ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ആണ് കൊണിക്സ്റ്റൂൾ. നമുക്ക് ബ്രിഡ്ജ് ഒക്കെ കാണാൻ പറ്റും. ഓൾസോ ഇവിടെ പാരാഗ്ലൈഡിങ് ഓൾസോ ഉണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൊണിക്സ്റ്റൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഷ്ലൂസിലോട്ട് പോവാണ്. പോകുന്നത് സെയിം ബാനിൽ തന്നെയാണ്. 100 വർഷം പഴക്കമുള്ള ബാനിലാണ് പോകുന്നത്. അത് പതിയാണ് പോകുന്നത്. ഡ്രൈവർ ഉണ്ട് ഫ്രണ്ടിൽ. ഷ്ലൂസിൽ അവിടെ ഫാർമസി മ്യൂസിയം ഒക്കെ ഉണ്ട്. ഈ ഒരു റെയിൽവേനെ പറയുന്നത് ഫ്യൂണിക്കുലർ റെയിൽവേ എന്നാണ്. എല്ലാ 10 വർഷവും കൂടുമ്പോഴും ഈ ബാങ്ക് ചെക്ക് ചെയ്യും. അത് സ്വിറ്റ്സർലാൻഡിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ചെക്ക് ചെയ്യാം. പിന്നെ ഷ്ലൂസിൽ വൈൻ സെല്ലാറും കൂടെ ഉണ്ട്. അവിടെ നിന്ന് വേറൊരു ട്രെയിൻ വരുന്നുണ്ട്. അതിവിടെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ റെയിൽവേ ലൈൻ ഉണ്ട്. 2 സ്പ്ലിറ്റ് ആയിട്ട് ആണ് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. സ്റ്റേഷൻ മോൾക്കൻകൂർ എത്തി. ഇതൊരു ട്രാൻസിഷൻ സ്റ്റേഷനാണ്. ഇവിടുന്ന് വേറൊരു ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഷ്ലൂസിലോട്ട് പോകുന്നത്. നമ്മളിനി ഈ ട്രെയിൻ കയറിയിട്ടാണ് ഷ്ലൂസിലോട്ട് പോകുന്നത്. നമ്മളൊരു കുഞ്ഞി കാപ്പി കുടിക്കാൻ കയറിയിട്ടാണ്. അപ്പോൾ ഇത് കാസിലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ബ്രിഡ്ജ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ കയറിയ പള്ളി കാണാൻ പറ്റും. പിന്നെ ഇതാണ് കാസിലിൻ്റെ ഒരു ഭാഗം. അപ്പം നമ്മളിപ്പോൾ കാസിലെത്തി. ഇതാണ് ഹൈഡൽബർഗ് കാസിൽ. നമ്മളിപ്പോൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൈൻ ബാരലുള്ള സ്ഥലത്തോട്ടാണ്. സോ ഇതൊരു വൈൻ ബാരലാണ് കേട്ടോ. ഇവിടെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈൻ ബാരൽ എന്ന് പറയുന്നത്. ഇത് വലുതല്ല, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൈൻ ബാരലിൻ്റെ മുകളിൽ